Hello, Colombia. This is Prime Minister Gujral. ഹലോ കൊളംബിയ, ഇത് ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി ഗുജ്റാളാണ്. എന്നെ കേൾക്കുന്നുണ്ടോ? Mr. Gujral, I hear you loud and clear. മിസ്റ്റർ ഗുജ്റാൾ, എനിക്ക് നിങ്ങളെ നന്നായി കേൾക്കാം. 1997 നാസയുടെ കൊളംബിയ ദൗത്യത്തിലിരിക്കെ ബഹിരാകാശത്ത് വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഐ.കെ. ഗുജ്റാളുമായി കൽപ്പന നടത്തിയ വിഖ്യാതമായ സംഭാഷണത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ, സ്ത്രീകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കൽപ്പന ചൗള, ഊർജത്തിന്റെ പ്രകാശ ഗോപുരമായിരുന്ന ബഹിരാകാശ സഞ്ചാരി. നക്ഷത്ര ദൂരങ്ങൾക്കപ്പുറം ശൂന്യാകാശത്ത് കൊളംബിയ പേടകത്തിലിരുന്ന കൽപ്പന ചൗളയോട് പ്രധാനമന്ത്രി ഗുജ്റാൾ പറയുന്നു, കൽപ്പന, ഇങ്ങനെയൊരു വഴി വെട്ടിത്തുറന്ന നിന്നെയോർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നീ ബഹിരാകാശത്ത് ചെയ്യുന്നതെല്ലാം കണ്ട് ഈ രാജ്യത്തെ ഓരോരുത്തരും അഭിമാനിക്കുന്നു. നന്ദി സാർ, നല്ല വാക്കിനെല്ലാം നന്ദി. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തു വലിയൊരു യാത്രയാണ് നീ പിന്നിട്ടതെന്ന്. കർണാലിൽ നിന്ന് ബഹിരാകാശം വരെ എത്ര ദൂരം. നിന്നോട് സംസാരിക്കുമ്പോൾ ബഹിരാകാശത്തെ ഇന്ത്യയുടെ പ്രതിനിധിയോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നക്ഷത്ര ദൂരങ്ങൾക്കപ്പുറത്തും ലോകങ്ങളുണ്ടെന്ന് നമ്മുടെ കവി ഇക്ബാൽ എഴുതിയിട്ടുണ്ട്. നീ ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്തു തോന്നുന്നു കൽപ്പന? അത് വല്ലാത്തൊരനുഭവമാണ് സാർ. ശരിക്കും ഉയരത്തിൽ ഇവിടെ ഈ രാത്രിയിലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അങ്ങ് പറഞ്ഞത് അക്ഷരം പ്രതി ഞാൻ കാണുന്നു. ഇരുണ്ട ആകാശത്തിന്റെ മകുടത്തിൽ നിറയെ നക്ഷത്രങ്ങളുണ്ട്. അവിടെവിടെ വെളിച്ചം വാരി പൂശിയതുപോലെ ഇടിമിന്നൽ മൂടിയ ഭൂമിയുടെ ആകാശം ഞാൻ കാണുന്നു. ഇടയ്ക്കിടെ മേഘങ്ങൾക്കിടയിലൂടെ ഭൂമിയിലെ നഗര വെളിച്ചം എനിക്ക് കാണാം. ഇതൊരു ചിത്രകഥാ പുസ്തകം പോലെ തോന്നുന്നു. സഹപ്രവർത്തകർക്കൊപ്പം ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇവർക്കൊപ്പം ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതിന്റെ അഭിമാനം തോന്നുന്നു. കൽപ്പന, അവിടുത്തെ ഭാരമില്ലായ്മയെപ്പറ്റി പറയൂ. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇന്ത്യ അയച്ച ഉപഗ്രഹങ്ങളെ നിനക്ക് കാണാമോ? എന്നിങ്ങനെ ഗുജ്റാൾ ശിശു സഹജമായ കൗതുകത്തോടെ കൽപ്പനയോട് തുടർന്ന് സംസാരിക്കുന്നു. ശൂന്യാകാശത്തെ ഭാരമില്ലായ്മയെപ്പറ്റി, ചണ്ഡീഗഡിലെ സ്കൂൾ കാലത്ത് ജ്യോതിശാസ്ത്രത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചതിനെ പറ്റി, കാളിദാസ കൽപ്പനയിലെ അരയന്നങ്ങളുടെ ആകാശയാത്രയെപ്പറ്റി ഒക്കെ അവർ സംസാരിച്ചു. ബഹിരാകാശത്തു നിന്ന് കണ്ട ഹിമാലയത്തിന്റെ ചിത്രം സംസാരത്തിനിടെ കൽപ്പന ഗുജ്റാളിന് അയച്ചു നൽകി. ശാസ്ത്ര കുതുകികളുടെയും രാജ്യത്തിന്റെയും മനസ്സു നിറച്ചൊരു വർത്തമാനം. ചരിത്രത്തിൽ എന്നേക്കും ആ 8.25 മിനിറ്റ്. You have made all of us proud of you. Thank you, sir. Thank you very much. 97 കൊളംബിയ ദൗത്യത്തിലുണ്ടായിരുന്ന 6 സഹയാത്രികരെയും കൂട്ടി ഇന്ത്യയിലേക്ക് വരുമെന്നും കൽപ്പന പ്രധാനമന്ത്രി ഗുജ്റാളിന് ഉറപ്പു നൽകി. ഭൂമിയിൽ മടങ്ങിയെത്തിയതിനു ശേഷം വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസിയുമായി അവർ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ആ ആഗ്രഹം പൂർത്തീകരിക്കാനായില്ല. അടുത്ത ദൗത്യം പൂർത്തിയാക്കി ഭൂമി തൊടുന്നതിന് തൊട്ടു മുൻപ് 2003 ഫെബ്രുവരി 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കൊളംബിയ ചിന്നിച്ചിതറി. കൽപ്പനയടക്കം 7 യാത്രികരും മരിച്ചിട്ടിന്നേക്ക് 21 വർഷം. ഇന്ന് ബഹിരാകാശത്ത് രാജ്യം വലിയ കുതിപ്പുകൾ നടത്തുമ്പോൾ കൽപ്പനയെ നമ്മൾ ഓർമ്മിക്കുന്നു. ഹരിയാനയിലെ കർണാൽ ഗ്രാമത്തിൽ നിന്ന് നാസയിലേക്കും അവിടെ നിന്ന് ശൂന്യാകാശത്തേക്കും മുമ്പേ പറന്ന പക്ഷിയെ, വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പ്രചോദിപ്പിച്ച നക്ഷത്രത്തെ.